അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ബിജെപിക്കും ഇവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പിനുമെതിരെ ഡിവൈഎഫ്ഐ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഏജൻസികൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞ കേസിൽ വീണ വിജയനെ പ്രതിയാക്കിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെ പ്രതികളാക്കി ഇഡി കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു സമര നാടകമായിരുന്നു. എന്നുവെച്ചാൽ ഈ രാജ്യം ഭരിക്കുന്ന ബിജെപി സംഘപരിവാർ ശക്തികൾ ബിജെപി ഇതര രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നതിനും കള്ളക്കേസിൽ കുടുക്കുന്നതിനുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസുകൾ മെനയുകയും അതിന്റെ ഭാഗമായി രാഷ്ട്രീയ ഗൂഢാലോചന സംഘടിപ്പിച്ചു വരികയുമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരെ ആണ് ആ നിലക്ക് ബിജെപിയും RSS മുന്നമിടുന്നത്. ഇതിന്റെ ഭാഗമായി തികച്ചും അടിസ്ഥാനരഹിതമായ യാതൊരു കാര്യവുമില്ലാത്ത മുഖ്യമന്ത്രിയെയോ ഒരു വിധത്തിലും. ജില്ലാ സെക്രട്ടറിയടക്കം ഫൈസൽ ജാഫർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ജോബി വർഗീസ്, നിയാസ് അബുവും, ഫ്രെഡി മാത്യു, ബിപിൻ ബാബുവും, വിനീഷ് വിനോദ്, എസ് കണ്ണൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ മുഖംമൂടി ധരിച്ച് കുന്തളംപാറ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.